നമസ്കാരം, ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ പുരസ്കാരം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് നടൻ വിജയരാഘവൻ. അവാർഡ് നേടിയപ്പോൾ ആദ്യം ഓർമ്മിച്ചത് അച്ഛനെയാണ്. നാടകത്തിൽ അഭിനയിച്ചതാണ് നടനാകാനുള്ള പിൻബലമെന്നും വിജയരാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇങ്ങനെയൊരു അവാർഡ് കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൂക്കാലം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോടും അദ്ദേഹം നന്ദി പറഞ്ഞു. ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. പുരസ്കാരത്തിന് 100% അർഹയായ നടിയാണ് ഉർവശിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ വിജയരാഘവൻ 100 വയസ്സുകാരനായി എത്തി. ഞെട്ടിച്ച ചിത്രമാണ് പൂക്കാലം. ഇട്ടൂപ്പ് എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. ഗണേഷ് രാജാണ് സംവിധായകൻ. സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്, പിന്നെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇപ്പൊ ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്. എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തിൽ. അപ്പം നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോൾ മുതൽ പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ. പിന്നിപ്പം സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി സിനിമ മാത്രം. നാടകവും സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 53-54 വർഷമായി പ്രൊഫഷനായിട്ട്. അതിനു മുമ്പ് അഭിനയിക്കുമായിരുന്നു. അതിനെല്ലാം കൂടെ കിട്ടിയൊരു അംഗീകാരം, വലിയ സന്തോഷം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്നും ഒരിടത്തുമല്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പണ്ട് പണ്ട് സ്റ്റേറ്റ് അവാർഡ് ചെല്ലിനെ വിളിച്ചു പറഞ്ഞു അവാർഡ് ഉണ്ടെന്നൊക്കെ. അന്നേരം ഒന്നും കിട്ടിയിട്ടില്ല. അതൊന്നും അങ്ങനെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അപ്പം പിന്നെ നമുക്കൊരു 43 വർഷമായില്ലേ സിനിമ. അപ്പൊ അതൊരു കാര്യമില്ല. എന്നെ എപ്പോഴും നയിക്കുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടമാണ്. പ്രേക്ഷകന്റെ ഇഷ്ടം വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഞാൻ പിന്നെ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അല്ലെ കുറച്ചും മടുത്തു പോകില്ലേ? ഈ 43 വർഷം കണ്ടോണ്ടിരിക്കുമോ ആരെങ്കിലും? അംഗീകാരങ്ങൾ എപ്പോഴും കിട്ടുന്ന അന്നാണ്, അതാത് സമയത്ത് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇത് വൈകുന്ന എനിക്ക് വിശ്വാസമില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ കഥാപാത്രം എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ ഡയറക്ടർ ഗണേഷ് രാജ്, അതിന്റെ സ്ക്രിപ്റ്റും ഗണേഷിന്റെ തന്നെയാണ്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് വിനോദ് ഷൊർണൂര്, തോമസ് തിരുവല്ല, ഇവർ രണ്ടുപേരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ ക്യാമറാമാൻ, ഇതിനൊക്കെ ഉപരിയായിട്ട് മേക്കപ്പ് മാൻ റോണക്സ് ആണ്. അദ്ദേഹം ഒരു 3.5 മണിക്കൂർ മിനിമം വേണം. ആദ്യമൊക്കെ 4 മണിക്കൂറായിരുന്നു. ഈ 4 മണിക്കൂർ ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കും. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഓരോന്നിങ്ങനെ ഓരോ പീസായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത്, അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും എന്നെ ഇങ്ങനെ, നമുക്ക് പല ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മൾ ആ ഒരു ക്രൂ ഉണ്ടല്ലോ, എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അംഗീകാരം. ജനാധിപത്യത്തെ തകർക്കുന്ന വിധത്തിലുള്ള മതാധിപത്യവും പണാധിപത്യവും സമ്മേളിക്കുമ്പോൾ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്കുകളാക്കാനുള്ള നീക്കമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP നടത്തുന്നതെന്ന് മന്ത്രി കെ രാജൻ. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി AIYF, AISF എന്നിവയുടെ യുവജന വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPI സംസ്ഥാന കൗൺസിൽ അംഗം ശുഭേഷ് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VB ബിനു, AISF സംസ്ഥാന പ്രസിഡന്റ് ബിപിൻ എബ്രാഹാം, സംസ്ഥാന കൗൺസിൽ അംഗം OPA സലാം, മണ്ഡലം സെക്രട്ടറി VJ കുര്യാക്കോസ്, ജോൺ V ജോസഫ്, മോഹൻ ചേന്നംകുളം, ബാബു K ജോർജ്, ഷമ്മാസ് ലത്തീഫ്, K രഞ്ജിത് കുമാർ, KU അഖിൽ, ജിജോ J ജോസഫ്, ജ്യോതിരാജ്, PS സുനിൽ, അജിത് വാഴൂർ, വൈശാഖ് തമ്പി, അജിത മോൾ, ദിലീഷ് ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരുപക്ഷെ രാജ്യത്ത് നടന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് 400 സീറ്റുകളുടെ ഭൂരിപക്ഷവും വാരാണസിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ചരിത്രം തിരിച്ച
10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും പ്രഖ്യാപിച്ച വലതുപക്ഷ മാധ്യമങ്ങളെയും അതിന്റെ കൂലിയെഴുത്തുകാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് BJPക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനുള്ള അന്തരീക്ഷത്തിൽ തന്നെ തകർക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത് ജനാധിപത്യ ഇന്ത്യക്ക് പൊതുവിൽ അഭിമാനകരമായി. ജനാധിപത്യത്തെ മറികടക്കുന്ന വിധത്തിലുള്ള പണാധിപത്യത്വവും മതാധിപത്യവും ഒരുമിച്ച് സമ്മേളിക്കുകയും ഓരോ മനുഷ്യനെയും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വേർതിരിച്ചു നിർത്തി വോട്ട് ബാങ്കുകളാക്കി തിരിച്ച് സ്വാതന്ത്ര്യത്തോളം പോകുന്ന ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് ഭരണഘടനയെ ആക്രമിച്ച് രാജ്യത്തിന്റെ ഭരണകൂടം ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാം എന്ന അവരുടെ എല്ലാ ആശയങ്ങളെയും രാജ്യത്തെ ജനാധിപത്യ ജീവിതം തകർത്തു. ജില്ലാ പഞ്ചായത്തിന്റെ കരട് ഡിവിഷൻ വിഭജന നിർദ്ദേശത്തിൽ എരുമേലി ഡിവിഷനെ നിർണയിച്ചതിനെതിരെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത്. എരുമേലിയെ സംബന്ധിച്ച് അശാസ്ത്രീയമായ നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് അവരുടെ പരാതി. തെരഞ്ഞെടുപ്പ് ഡീലിമിറ്റേഷന്റെ ഹിയറിംഗിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വിഷയം സംബന്ധിച്ച് പരാതി ഉന്നയിച്ചു. കഴിഞ്ഞ 31-ന് തിരുവനന്തപുരത്ത് തൈക്കാട് റെസ്റ്റ് ഹൌസിൽ നടന്ന ഹിയറിംഗിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളാണ് ആക്ഷേപം ഉന്നയിച്ചത്. ആക്ഷേപം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം K. രാജേഷ്, CPI മണ്ഡലം കമ്മിറ്റി അംഗവും എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് വാർഡംഗവുമായ അനുശ്രീ സാബു എന്നിവർ ഹിയറിംഗിൽ പങ്കെടുത്തു. ഡിവിഷൻ വിഭജനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എരുമേലി ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളെ മറ്റ് ഡിവിഷനിലേക്ക് മാറ്റിയാണ് കരട് നിർദ്ദേശത്തിലുള്ളത്. കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലേക്കാണ് എരുമേലി ടൗണിനോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എരുമേലി ജില്ലാ ഡിവിഷനിൽ ഉൾപ്പെട്ടിരുന്ന ചേനപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലാണ് കരട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാറ്റി എരുമേലി ഡിവിഷനിൽ നിലനിർത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. മണിമല ബ്ലോക്ക് ഡിവിഷനെ ജില്ലാ പഞ്ചായത്ത് എരുമേലി ഡിവിഷനിൽ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി പ്രദേശം ജില്ലാ പഞ്ചായത്ത് എരുമേലി ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുന്നത് അശാസ്ത്രീയമാണെന്ന് എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ ആരോപിച്ചു. എരുമേലിയോട് ചേർന്ന് കിടക്കുന്ന മണങ്ങല്ലൂർ, കൊരട്ടി, കണ്ണിമല, വെൺകുറിഞ്ഞി പ്രദേശങ്ങൾ എരുമേലി പഞ്ചായത്തിനോട് ചേർക്കണമെന്നും ടൗണിൽ മേൽപ്പാലം നിർമ്മിക്കരുതെന്നും റിംഗ് റോഡുകൾ വികസിപ്പിക്കണമെന്നും ടൗൺ വാഹനമുക്തമാക്കി പേട്ടതുള്ളലിനായി വിശുദ്ധപാതയാക്കി മാറ്റണമെന്നും എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളായ മേജർ MG വർഗീസ്, ബാബു തോമസ്, MK രാജൻ, KP മോഹനൻ, സണ്ണി ഓലിക്കൽ, KN ശ്രീകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, എരുമേലി. സെന്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രമായ തിരുവല്ല കല്ലൂപ്പാറ വലിയ പള്ളിയിൽ 15 നോമ്പാചരണത്തിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കമായി. ചെന്നൈ ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പീലക്സിനോസ് കൊടിയേറ്റി. ഓഗസ്റ്റ് 15-ന് വിശുദ്ധ മൂന്നുമേൽ കുർബാന, പുഴുക്ക് നേർച്ച എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷമാണ് ചെന്നൈ ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ പീലക്സിനോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 15 നോമ്പാചരണത്തിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കം കുറിച്ച് കൊടിയേറ്റിയത്. ഇടവക വികാരി ഫാദർ ബിനോ ജോൺ നെടുങ്ങാത്ര, അസിസ്റ്റന്റ് വികാരി ഫാദർ ദിബു വി ജേക്കബ്, ഫാദർ KY വിൽസൺ, ഫാദർ അനു വർഗീസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. മറിയാമിൻ സ്മരണം വരദായകമാകാ കൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുഗോർ ദൈവപ്രസവേത്രീ കന്യകമ. കല്ലൂപ്പാറ സെന്റ് മേരീസ് വലിയ പള്ളി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ പുണ്യ ദേവാലയമാണ്. അത് വർഷങ്ങൾക്കോ ദശകങ്ങൾക്കോ അല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പരിശുദ്ധ പുണ്യഭൂമിയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെയുള്ള തീയതികളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളുമായി അനുബന്ധമായി ഈ പള്ളിയുടെ വലിയ പെരുന്നാൾ നടത്തുകയാണ്. 1-ാം തീയതി മുതൽ വിശുദ്ധ കുർബാനയും ധ്യാനവും സുവിശേഷ യോഗങ്ങളും കൗൺസിലിങ്ങും കൺവെൻഷൻ യോഗങ്ങളും പെരുന്നാൾ ശുശ്രൂഷകളും നേർച്ചകളും കാഴ്ചകളുമായി നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് വിശ്വാസികൾ, അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നല്ല,
എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും ജാതി വിഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ്. അതിൻ്റെ തുടക്ക ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് 1-ാം തീയതി. വിശുദ്ധ കുർബാന അർപ്പിച്ച് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങൾ, തുടർന്നുള്ള മണിക്കൂറുകൾ, മിനിറ്റുകൾ, നിമിഷങ്ങളെല്ലാം അനേകായിരം വിശ്വാസികളെയും കൊണ്ട് ഈ പുണ്യഭൂമി നിറയുവാൻ പോവുകയാണ്. 10-ാം തീയതി ഞായറാഴ്ച രാവിലെ 7-ന് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് മെറിറ്റ് അവാർഡ് വിതരണം നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന മരിയൻ പുരസ്കാര സമ്മേളനം പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ സേവന ആതുര ശുശ്രൂഷ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മരിയൻ പുരസ്കാരം 2025 കൊട്ടാരക്കര ആശ്രയ സൊസൈറ്റിക്ക് മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത സമർപ്പിക്കും. കലയപുരം ജോസ് പുരസ്കാരം ഏറ്റുവാങ്ങും. 15-ാം തീയതി രാവിലെ 7-ന് ഡോക്ടർ യുഹാനോൻ മാർ തേവോദോറോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. തുടർന്ന് പുഴുക്ക് നേർച്ച ആരംഭിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 5:30 സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്നിവയ്ക്കും വിവിധ ദിവസങ്ങളിലെ സമ്മേളനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഫാദർ ഷിനു തോമസ്, ഫാദർ ജോം സാം മാത്യു, ഫാദർ ജെറിൻ ജോർജ്, ഫാദർ മർക്കോസ് ജോൺ, ഫാദർ എബി ടി സാമുവേൽ, ഫാദർ ബ്രിൻസ് അലക്സ് മാത്യു, ഫാദർ സോണി വി മാണി, ഫാദർ കെ വി തോമസ്, ജോസഫ് എം പുതുശ്ശേരി എന്നിവർ നേതൃത്വം നൽകും. ഇടവക വികാരി ഫാദർ ബിനോ ജോൺ നെടുങ്ങാത്ര, സഹവികാരി ഫാദർ ദിബു വി ജേക്കബ് വടക്കേടത്ത്, ട്രസ്റ്റി CA വർഗീസ് വെള്ളാപ്പള്ളിയിൽ, സെക്രട്ടറി സജു കുര്യൻ പറങ്കി മാമൂട്ടിൽ, കൺവീനർ മാത്തുള്ള ചാക്കോ കുന്തറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചതിനെ അപലപിച്ച് മല്ലപ്പള്ളി പുന്നവേലി എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും ഐക്യദാർഢ്യ പ്രഖ്യാപനവും നടത്തി. ജാഥയിൽ വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അകാരണമായി 2 മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിക്കെതിരെ പുന്നവേലി എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മൗനജാഥ പുന്നവേലി CMS ഹൈസ്കൂൾ മൈതാനിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. CSI, മാർത്തോമ, കത്തോലിക്ക, ഓർത്തഡോക്സ് സഭകളിൽ നിന്നായി വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ 150-ൽ പരം വിശ്വാസികൾ കറുത്ത മാസ്ക് അണിഞ്ഞ് കത്തിച്ച മെഴുകുതിരികളുമായി മൗനജാഥയിൽ പങ്കെടുത്തു. ഈ നാട്, ഭാരതത്തിന്റെ മക്കൾ ഒരിക്കലും നിശബ്ദരായിരിക്കുവാൻ പാടില്ല. ഭാരതത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് വിവിധ മതസ്ഥരും വിവിധ സംസ്കാരങ്ങളിലുള്ളവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും ഒരുമിച്ച് ചേർന്ന് പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും മതങ്ങൾ തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടത്തുകയും അതിലൂടെ ലോകത്തിന് തന്നെ ഉദാത്തമായ ഒരു മാതൃക പ്രദാനം ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ സംസ്കാരം. എന്നാൽ ഈ സംസ്കാരത്തിനാണ് ഇന്ന് മങ്ങലേറ്റിരിക്കുന്നത്. ഈ സംസ്കാരത്തെ നശിപ്പിക്കുവാനാണ് ചിത്രശക്തികൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധ റാലി നാം ഇവിടെ ക്രമീകരിക്കുന്നത്. ഇന്ത്യയിലുടനീളം, കേരളത്തിലുടനീളം ഈ പ്രതിഷേധ റാലികളും നീളുമ്പോൾ മൗന ജാഥയിലൂടെ അക്രമത്തിന്റെ വഴിയല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ, നിയമപരമല്ലാത്ത രീതിയിൽ, നീതിപരമല്ലാത്ത രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ ആർജവത്തോടെ, ഊർജ്ജസ്വലതയോടെ എഴുന്നേറ്റ് നമ്മൾ ഇതിനെ ശക്തമായി എതിർക്കുന്നു എന്ന ഏറ്റവും ശക്തമായ ആഹ്വാനമാണ് ഇതിലൂടെ നാം നൽകുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് എതിരെ ഉള്ള നടപടി ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഇന്നും അവർക്ക് ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അതീവ ഗുരുതരാവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് സംജാതമാകുന്നു. അതിന്റെ ഒരു പ്രതികരണമാണ് ജാഥ പിടന്നപ്ലാവ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനത്തിൽ വിവിധ സഭാവൈദികർ പ്രസംഗിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന പൗരന് ലഭിച്ചിട്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇതുപോലെയുള്ള സംഭവങ്ങളെന്നും നാളെ മതമൈത്രിയുടെ ഈറ്റില്ലമായ കേരളത്തിലും ഇത് സംഭവിക്കുമോ എന്നുള്ളത് ആശങ്കാപരമായ ചോദ്യമാണെന്നും പുന്നവേലി ലിറ്റിൽ ഫ്ലവർ ഇടവക വികാരി ഫാദർ മാത്യു അഞ്ചിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടും പകയോ വിദ്വേഷമോ പ്രകടമാക്കാനല്ല. ഓരോ വ്യക്തിക്കും, ഭാരതത്തിലെ ഓരോ വ്യക്തിക്കും ഇവിടെ അവന്റെ വിശ്വാസത്തെ
പാലിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആരെയും നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യാനല്ല. ആരാധിക്കുന്നതിനും തങ്ങളുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുന്നതിനും പ്രതിഫലിപ്പിക്കുന്നതിനുമുള്ള അടിസ്ഥാന സ്വാതന്ത്ര്യം സ്വതന്ത്ര ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അത്യന്തം വേദനാജനകമാണെന്ന് പുന്നവേലി സെന്റ് ജെയിംസ് CSI ഇടവക വികാരിയും ഫെലോഷിപ്പ് പ്രസിഡന്റുമായ റവറൻ ഷിബിൻ വർഗീസ് പറഞ്ഞു. കത്തിച്ച് നമ്മൾ ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇതൊരു ശക്തമായ വിളംബരമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് മനുഷ്യരെന്ന ഒറ്റ വിഭാഗം, നമ്മുടെ വൈവിധ്യങ്ങളാകട്ടെ, നമ്മുടെ വ്യത്യസ്തതകളാകട്ടെ, അവിടെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, മനുഷ്യൻ എന്ന ഒരൊറ്റ വിഭാഗം, ആ വിഭാഗത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ച് ഐക്യത്തോടെ കരുതലോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, പ്രതിജ്ഞയോടെ നമുക്ക് മുന്നേറാം. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ജാമ്യം നിഷേധിച്ച് ദിവസങ്ങളായി ജയിലടയ്ക്കപ്പെട്ട സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി പുന്നവേലി സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരി റവറൻ സുനിൽ ജോർജ് മാത്യു പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇരുട്ടിലായിരിക്കുന്ന സിസ്റ്റേഴ്സിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയതിന്റെ പിന്നിലുള്ള ഒറ്റ ഉദ്ദേശവും അത് തന്നെയാണ്. പ്രിയ സിസ്റ്റേഴ്സിനോട് നമുക്ക് പറയാനുള്ളത്, എല്ലാ കണ്ണുനീരുകൾക്കും ഒരു മറുപടിയുണ്ട്, എല്ലാ സങ്കടങ്ങൾക്കും ഒരു മറുപടിയുണ്ട്. തീർച്ചയായിട്ടും നീതി ലഭിക്കും. വൈകിയാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നുവെങ്കിലും നീതി ദൈവത്തിന്റെ പക്ഷമാണ്. ദൈവം ആ നീതിയെ ഇറക്കിത്തരും. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വൈസ് പ്രസിഡന്റുമാരായ റവറൻ സുനിൽ ജോർജ് മാത്യു, റവറൻ ബിബിൻ മാത്യു, സെക്രട്ടറി മാത്യു വർഗീസ്, ട്രഷറർ സാജൻ ജോൺസൺ, കമ്മിറ്റി അംഗങ്ങളായ തോമസ് കെ എബ്രഹാം, ഷാബു സി അമ്പാട്ട്, ബിനീഷ് തോമസ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിക്കും. വൈകിട്ട് 4 മുതൽ 5:30 വരെ ആലുവ ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കും. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയാണ് നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ചോറ്റാനിക്കരയിൽ പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വൃന്ദാവൻ റെസിഡൻസിയിൽ താമസിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ലൊക്കേഷനിൽ നിന്ന് 4-ാം തീയതി തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയതാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ഭരണസമിതി ലൈഫ് ഭവന പദ്ധതികൾ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുടിൽകെട്ടി പ്രതിഷേധിച്ചു. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം രമാമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ PR ഫൈസൽ അധ്യക്ഷനായി. CPIM ഈരാറ്റുപേട്ട ലോക്കൽ സെക്രട്ടറി PA ഷമീർ, LDF മുനിസിപ്പൽ കൺവീനർ നൌഫൽ ഖാൻ, CPI ലോക്കൽ സെക്രട്ടറി KI നൌഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VP അബ്ദുൾ സലാം, സജീവ് ഹമീദ്, മുനിസിപ്പൽ കൗൺസിലർമാരായ സജീർ ഇസ്മയിൽ, ഹബീബ്, സുഹാന ജിയാസ്, റിസ്വാന സവാദ്, KP സിയാദ് എന്നിവർ സംസാരിച്ചു. വിളിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അടിമൂടമ സമ്പ്രദായവും ജന്മി നാടുവാഴിത്വവും ഒക്കെ നിലനിന്നിരുന്ന കാലത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് വീടില്ലാത്തവന് വീട് പണിയുന്നവന് നീ കിടക്കുന്ന ഭൂമി നിന്റേതാണ് എന്നുള്ള നിയമം കൊണ്ടുവന്നുകൊണ്ട് തുടങ്ങിയ സംവിധാനം, അതാണ് ഇന്ന് ലൈഫ് മിഷൻ എന്ന പേരിൽ ഈ കേരളത്തിൽ നടപ്പാക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുവാൻ ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി വളരെ മാതൃകാപരമായി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ പ്രാദേശിക ഗവൺമെന്റാണ്, ഭരണകൂടമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. രാഷ്ട്രീയം നോക്കുന്നില്ല, പക്ഷേ കാഴ്ചപ്പാടും നിലപാടും വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്ത പഞ്ചായത്തുകൾ പരിശോധിക്കണം, മറ്റ് മുനിസിപ്പാലിറ്റികൾ പരിശോധിക്കണം. എന്റെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് മാത്രം ലൈഫ് മിഷനിൽ ഈ രൂപത്തിലേക്ക് സാധാരണക്കാരന് വീടില്ലാത്ത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത്? ഇത് പറയുമ്പോഴാണ് ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണകക്ഷി മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഈ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം 2015-20 കാലഘട്ടത്തിൽ
ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചത്? വളരെ കൃത്യമായി അഭിമാനത്തോടുകൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോരുത്തർക്കും പറയാൻ കഴിയും, അന്നുണ്ടാക്കി വെച്ച ലൈഫ് മിഷന്റെ ലിസ്റ്റാണ് ഇന്നും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുള്ളത്. പിന്നീട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 20 മുതൽ 25 വരെ ഒരു ഭരണസമിതി വന്നല്ലോ. ആ ഭരണസമിതി എന്തേ ലൈഫ് മിഷൻ 2020 എന്ന് പറയുന്ന രൂപത്തിലേക്ക് കേരള സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിക്ക് തുടക്കം കുറിക്കാനോ അത് നടപ്പാക്കാനോ എന്തുകൊണ്ട് ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞില്ല? എരുമേലി കരിങ്കല്ല് മൂഴിയിൽ റോഡിൽ രൂപപ്പെട്ട കുഴികൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് 2 ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ശബരിമല പാതയിൽ നിന്ന് എരുമേലി റാന്നി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് റോഡിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. 2 മാസത്തിനു മുൻപും ദേശീയപാത അതോറിറ്റി ഈ കുഴി ടാർ ചെയ്ത് അടച്ചതാണ്. അതിനു മുൻപ് ഈ കുഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരുന്നു. അമിത ലോഡുമായി ടോറസുകൾ റാന്നി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കുഴി രൂപപ്പെടുന്നത്. ചെറിയ കുഴികൾ ദിവസങ്ങൾ കൊണ്ട് വലിയ കുഴികളായി മാറുകയും ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ ചാടി നിയന്ത്രണം വിടുകയുമാണ് ചെയ്യുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് അറുന്നൂറ്റിമംഗലം മലകയറ്റപ്പള്ളി ഇടവകയിലെ പിതൃവേദി, വിൻസെന്റ് ഡി പോൾ മാതൃവേദി, AKCC, SMYM, മിഷൻ ലീഗ് സംഘടനകളുടെയും ഇടവക സമൂഹവും പ്രതിഷേധ സമ്മേളനം നടത്തി. ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ വരിക്കമാക്കലിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധ സമ്മേളനവും കുരിശിന്റെ വഴിയും. ഫാദർ ജോൺ നടുവത്തടം മുഖ്യപ്രഭാഷണം നടത്തി. 100 കണക്കിന് ക്രൈസ്തവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ ഈ ചെറിയ ഒത്തുചേരൽ ഛത്തീസ്ഗഡിലെ ദുർഗാ ജയിലിൽ അടയ്ക്കപ്പെട്ട നിർധരരായ അല്ലെങ്കിൽ നിരപരാധികളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരിയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ആ പ്രിയപ്പെട്ട അമ്മമാരോട് പറയാം, പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ തനിച്ചല്ല. ശാരീരികമായിട്ട് നമുക്ക് അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുവാനോ സാന്ത്വനിപ്പിക്കുവാനോ സാധിക്കുകയില്ല. എങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥന വഴി അല്ലെ മനസ്സിന്റെ ഐക്യം വഴി തീർച്ചയായും ശക്തമായ പിൻബലം അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒത്തുചേരൽ പ്രത്യേകിച്ച് സർക്കാരിനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. കാരണം ക്രൈസ്തവരായ നമ്മൾക്ക് പ്രത്യേകമായ ഒരു ഭരണഘടനയൊന്നുമില്ല. രാജ്യത്തിന്റെ ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്ടിക്കിൾ 25 നമുക്ക് കാണുന്നുണ്ട് റൈറ്റ് ടു റിലീജിയൻ. അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന 3 കാര്യങ്ങളാണ്: റൈറ്റ് ടു പ്രൊഫസ്, റൈറ്റ് ടു പ്രാക്ടീസ്, റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്. ഒരാൾക്ക് അവനവന്റെ മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തില് അതിൽ ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഇന്ത്യൻ രാജ്യത്തുള്ള ഏതു പൗരനും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കുവാൻ വേണ്ടി പ്രത്യേകമായ അജണ്ടകളോടെ പിന്നീട് മതപരിവർത്തന ബില്ലുകൾ വഴിയൊക്കെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ക്രൂരമായി ആക്രമിക്കുന്ന അല്ലെ പീഡിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ സിസ്റ്റർമാരെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ഇത് യഥാർത്ഥമായ മതസൗഹാർദ്ദത്തിന് എതിരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെ പറയുന്നത് വിവേചനപരമാണ്. അതുകൊണ്ട് സർക്കാരിനോട് ഓർമ്മിപ്പിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവരെ മോചിപ്പിക്കുകയും ഇത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണമെന്ന നമ്മുടെ ശക്തമായ ഐക്യദാർഢ്യത്തിലൂടെ ഈ ഒത്തുചേരലിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കേരളത്തിൽ രൂപം കൊടുത്ത സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് 15 വയസ്സ്. 2010 കേരളത്തിൽ രൂപം കൊടുത്ത പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി. ഓഗസ്റ്റ് 2 കേരളത്തിലാകെ 127 സ്കൂളുകളിൽ നിന്നായി 11,176 ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SPC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് നേതൃത്വം നൽകാൻ ആഭ്യന്തര വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനും ഗതാഗത, വനം, എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ പിന്തുണയുമുണ്ട്. ഭാരതത്തെ മതേതരത്വത്തിന്റെ ചൗപ്പറമ്പ് ആക്കാൻ അനുവദിക്കില്ലെന്ന് AKCC രൂപതാ പ്രസിഡന്റ് ബേബി കണ്ടത്തിൽ.
കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന പീഡനം ഇന്ത്യൻ മതേതര മനസ്സിന് ഏറ്റ മുറിവാണെന്നും ബേബി കണ്ടത്തിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വെളിച്ചിയാനി ഫൊറോന കത്തോലിക്ക കോൺഗ്രസ്, SMYM, പിതൃവേദി, മാതൃവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കത്തോലിക്ക നടത്തിയ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബേബി കണ്ടത്തിൽ. വെളിച്ചിയാനി ഫൊറോന ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പാലമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജോർജ് ഊട്ടെ അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. വൈദികർ, സിസ്റ്റേഴ്സ്, പിതൃവേദി ഫൊറോന വൈസ് പ്രസിഡന്റ് സൂരജ് പുത്തൻപുരയ്ക്കൽ, മാതൃവേദി പ്രസിഡന്റ് ജൂബി ആന്റണി, SMYM ഫൊറോന പ്രസിഡന്റ് ജെമി റോസ് തോമസ്, കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന സെക്രട്ടറി തോമസ് ചെമ്മരപ്പള്ളിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പാല ഈരാറ്റുപേട്ട റൂട്ടിൽ കൊച്ചിടപ്പാടി ജംഗ്ഷനിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണു. ഇന്ന് രാവിലെ 10:15ഓടെയായിരുന്നു സംഭവം. ഈ പോസ്റ്റിന് ചുവട്ടിലാണ് മിക്കവാറും ദിവസങ്ങളിൽ വാഹന ടെസ്റ്റിംഗ് നടക്കാറുള്ളത്. ടെസ്റ്റിംഗിനായി നിരവധി വാഹനങ്ങൾ ഈ പോസ്റ്റിന് താഴെയും സമീപത്തും പാർക്ക് ചെയ്യാറുണ്ട്. നിരവധി ആളുകളും ഇവിടെ നിൽക്കുന്നത് പതിവാണ്. ഒട്ടേറെ വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്ന വഴിയാണ്. ഇന്ന് ശനിയാഴ്ചയായതിനാൽ ടെസ്റ്റിംഗ് ഇല്ലാത്തതും അപകട സമയം വാഹനങ്ങൾ കടന്നു വരാതിരുന്നതും മൂലം വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.